നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ റയൽ മാഡ്രിഡും ബയേൺ മ്യൂണിക്കും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 റയലിന്റെ സ്റ്റേഡിയമായ സാന്റിയാഗോ ബെർണാബിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ആദ്യപാദ മത്സരം ബയേണിന്റെ മൈതാനത്തായിരുന്നു. രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകൾക്കും ഈ മത്സരത്തിലൊരു വിജയം നിർബന്ധമാണ്. ഈ സീസണിന് ശേഷം റയലിന്റെ ചില പ്രധാന താരങ്ങൾ ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ്. നാച്ചോ, അതുപോലെ തന്നെ ലൂക്ക മോഡ്രിച്ച് എന്നിവരൊക്കെ ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ട്. ടോണി ക്രൂസിന്റെ കാര്യത്തിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ സാന്റിയാഗോ ബെർണാബുവിലെ അവസാന ചാമ്പ്യൻസ് ലീഗ് മത്സരം ഇതായിരിക്കും. അങ്ങനെ ആവരുത് എന്നുള്ള പ്രാർത്ഥനയിലാണ് താൻ ഉള്ളത് എന്നാണ് ഇതേക്കുറിച്ച് അവരുടെയൊക്കെ സഹതാരമായ ഡാനി കാർവഹൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മോഡ്രിച്ച്, നാച്ചോ, ടോണി ക്രൂസ് ഇവരുടെ നിലവിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിലവിൽ ഈ സീസണിൽ മാത്രമാണ് അവർ എല്ലാവരും ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ എല്ലാ മത്സരവും പരമാവധി ആസ്വദിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇത് അവരുടെ സാന്റിയാഗോ ബെർണാബുവിലെ അവസാനത്തെ UCL മത്സരമായിരിക്കാം. അങ്ങനെ ആവരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഞാനുള്ളത്. ഇതൊരു മികച്ച രാത്രിയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് റയലിന്റെ സ്പാനിഷ് താരമായ ഡാനി കാർവഹൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. റയൽ മാഡ്രിഡ് ഡിഫൻഡറായ നാച്ചോ ഫെർണാണ്ടസ് ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. സ്പെയിനിലോ യൂറോപ്പിലോ തുടരാൻ അദ്ദേഹം ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. അതേസമയം മോഡ്രിച്ച് റയലിനോടൊപ്പമുള്ള കോൺട്രാക്ട് പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ്. സൗദി അതല്ലെങ്കിൽ MLS എന്നിവിടങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. അതേസമയം ക്രൂസ് തന്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം റയലിൽ തന്നെ തുടരാനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.